നല്ല ചൂടിലാണല്ലേ രണ്ടുപേരും? ആണെന്ന് തോന്നുന്നു. പാട്ട് കേട്ടില്ലേ? രാവിലെ തുടങ്ങിയിരിക്കുമല്ലോ. ഉച്ചയ്ക്ക് രണ്ടും ഒന്നും കഴിച്ചു കാണില്ല. വിനേട്ടൻ പോയി എന്തെങ്കിലും വാങ്ങിട്ട് വരുന്നോ? ഞാൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. എന്തായി? 53 രൂപ. അതല്ല, ഇന്റർവ്യൂവിന്റെ കാര്യം എന്തായിന്നാ? പോക്കറ്റ് കിടപ്പുണ്ട്. അപ്പോയിന്റ്മെന്റ് ഓർഡർ. എനിക്ക് സന്തോഷം വരുന്നു. എന്താ ചെയ്യാ? നമുക്ക് പോയി ഈ സന്തോഷം തീർത്തിട്ട് നമ്പ്യാരേട്ടനെ ശോശാമ്മച്ചേട്ടത്തെയും കാണാം. താക്കോല് നമ്പ്യാരേട്ടന്റെ കയ്യിലാ. സാരല്ല, ഒക്കെ കഴിയട്ടെ. നമുക്ക് അവരുടെ വഴക്ക് തീർക്കണ്ടേ? ശ്രമിച്ചു നോക്കാം. എന്താ നമ്പ്യാരേട്ട ഇത്? വിനയേന്ദ്ര, ഇതിന്റെ ഇടയിൽ നിന്ന് ഒത്തുതീർപ്പാക്കാൻ നോക്കണ്ട. ഞാൻ എന്തിനും എപ്പോഴും റെഡി. ഏത് കോടതിക്ക് വേണമെങ്കിൽ വരാം, ഏത് വക്കീലിന്റെ അടുത്തേക്ക് വേണമെങ്കിൽ വരാം. എനിക്ക് ഈ ബന്ധപ്പൊഴിയിലും എനിക്കും ഈ മനുഷ്യനോട് ഒരു നിമിഷം ഞാൻ ഇനി പൊറുക്കുകയില്ല. അല്ലെങ്കിലും എന്റെ കൂടെ പൊറുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അന്ന് ആശുപത്രി വെച്ച് ഈ തിരുമാന്ത കണ്ട അന്ന് തുടങ്ങിയ കഷ്ടകാലം എനിക്ക്. പൊൻകുന്നത്തെ നല്ല ഒന്നാന്തരം കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച എനിക്ക് മാതാവേ ആരുമില്ല, വാക്കില്ലേ ഞാൻ. നിന്റെ മോന്ത കണ്ട അന്ന് മുതൽ തുടങ്ങിയതാ എന്റെ ഗതികേട്. എന്റെ കൂട്ടുകാര് പോയി, എന്റെ വീട്ടുകാര് പോയി, എന്റെ എല്ലാവരും പോയല്ലോ ഗുരുവായൂരപ്പ. ഗുരുവായൂരപ്പ പോകും. മുതുക്കടിക്കട്ടും സംശയം സംശയം സംശയം. എന്നാൽ റോട്ടിൽ കൂടെ പോകുന്ന ഒറ്റ പെമ്പിളാരെ മര്യാദക്ക് വിടുവല്ല. അപ്പൊ നോക്കി വിളിക്കും. എന്റെ നമ്പ്യാരേട്ട ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്ന പവിത്രമായ ഒരു സാധനമാണ്. അതിങ്ങനെ വഴക്കടിച്ച് തീർക്കാനുള്ളതല്ല. മനുഷ്യ സഹജമായ ദൗർബല്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ഇന്ന് ഞാൻ കോളേജ് ചെന്നപ്പം ഇന്റർവ്യൂവിന്റെ വൈസ് പ്രിൻസിപ്പൽ ഒരു സ്ത്രീയാ. മനസ്സിലായില്ലേ? ഞാനും അവരും ഒറ്റയ്ക്ക് റൂമിൽ. എന്റെ ഏട്ടത്തി എത്ര നിയന്ത്രിച്ചിട്ടും എനിക്ക് മനസ്സിലായില്ലേ? ഞാൻ എന്ത് ചെയ്യും? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യ സഹജമായ ദൗർബല്യങ്ങൾ അല്ലേ? അല്ലേ? വൈസ് പ്രിൻസിപ്പളിനെ കണ്ടപ്പോ എന്ത് തോന്നിയെന്നാ പറഞ്ഞേ? ഇനി അത് കയറി പിടിച്ചോ? പിടിക്കാനൊന്നുമില്ല. എനിക്ക് ആളെ നന്നായിട്ട് അറിയാം. കൊറേ നാളായി ഞാനും കാണുന്നുണ്ട്. എന്താ കാണുന്നത്? വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയണ്ട. നീ എന്താ കാണുന്നത്? ട്രെയിനിലും ബസ്സിലൊക്കെ വെച്ച് പെമ്പിള്ളേരെ കാണുമ്പോ വെട്ടിത്തിരിഞ്ഞുള്ള നോട്ടൊന്നും ഞാൻ കാണില്ലെന്ന് വിചാരിക്കണ്ട. ആമ്പിള്ളേരെ കാണുമ്പോ നീ നോക്കാറില്ലടി. വെളുത്ത പൊക്കമുള്ള ആമ്പിള്ളേർ നിനക്കൊരു വീക്ക്നെസ് അല്ലടി. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. സംസാരിക്കരുത്. ചൂട് സംസാരിച്ച് എന്ത് ചെയ്യും? കാണോ? എന്താ ഇത്? കൊച്ചു പിള്ളേരെ പോലെ പെട്ടെന്ന് ദേഷ്യം വരുന്നത്. വിനയ തമാശക്ക് എന്താ പറഞ്ഞല്ലേ? അല്ല, മനസ്സപ്പടി ചീത്തയാ. അതങ്ങ് വിനയേന്ദ്ര, ഇതൊക്കെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. ഉച്ചപ്പോലിരിക്കുന്നുണ്ടല്ലോ അവൾ അഹങ്കാരി. മിണ്ടിപ്പോവരുത്. എന്റെ ശോശാമേ, ആ സിന്ധുവിനെ പിടിച്ചൊതുക്ക്. സിന്ധു കുറച്ചു നേരം ഒന്നും മിണ്ടായിരിക്കും. സിന്ധു അങ്ങനെ തന്നെ നിക്ക്. ശോശാമേ, ആ കൈ ഇങ്ങനെ കൊണ്ടുപോവാ. ഭഗവാനെ, അങ്ങനെ ഈ പ്രശ്നം പരിഹരിച്ചു. അയ്യേ, ഈ കൈ കൊണ്ടുപോവാ. നിങ്ങളുടെ പ്രശ്നം തീർന്നിരിക്കണു. തീർന്നോ വിനയ? ജോലിക്കാരി എന്തായി? ജോലി കിട്ടി. സിന്ധുവിന് സന്തോഷായില്ല. എന്നാ ഇനി നേരം കളയാതെ ചെല്ലേ. താക്കോല് ഭക്ഷണം മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. രണ്ടുപേരും എടുത്ത് കഴിച്ചോണം. വിനയേട്ടാ, ഇന്നത്തെ അടി എനിക്ക് ശരിക്കും കൊണ്ടു. നീ എന്താ മോഹൻ ടൈമിങ്ങിനെ തിരിക്കാഞ്ഞ്? ഇത്ര സ്പീഡിൽ അടിക്കുന്നു ഞാൻ വിചാരിച്ചില്ലായിരുന്നു. ശരിക്കും നൊന്തോ? ശരിക്കും. അവിടെ ഞാൻ മുത്തം കൊണ്ട് തടയി തരട്ടെ? അയ്യോ, ഇങ്ങോട്ട് വാ. ഇവിടെ
ഇനി എന്താ ചെയ്തോ? എവിടാ അടി കൊണ്ടത്? ഇവിടെ ഇവിടെ. എങ്ങനെയാ വേദന മാറ്റി തരണ്ടേ? ഇങ്ങനെ. രാത്രിയില്ലേ കുളിയാ കഴിഞ്ഞിട്ട് ഇത് നിങ്ങളുടെ ക്ലാസ് റൂമാണ്. പ്ലീസ് കം ഇൻ. നമ്മളിൽ ചിലരൊക്കെ അഗ്നിക്കും ബാക്കിയുള്ളവർ മണ്ണിരകൾക്കുമുള്ള ഭക്ഷണമാണ്. ഒരിക്കൽ എന്നെങ്കിലും ഒരിക്കൽ നമ്മുടെ ശ്വാസം നിൽക്കും. അതിനു മുമ്പ് നമുക്ക് എന്തൊക്കെയോ അറിയാനുണ്ട്. അതറിയാനാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. അതിൽ അക്ഷരങ്ങളുണ്ട്, ആശയങ്ങളുണ്ട്. പഠിച്ചാൽ നന്ന്. കാരണം അക്ഷരങ്ങൾക്കും ആശയങ്ങൾക്കും ലോകത്തിനെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് മുൻപ് മറ്റു ചില കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. എന്തിനാണ് ഭാഷ? ആശയവിനിമയത്തിന്. ഫോർ കമ്മ്യൂണിക്കേഷൻ. അതെ സാർ, ആശയവിനിമയത്തിന്. അല്ല, പെണ്ണുങ്ങളോട് ചൊല്ലാൻ. കള്ളം പറയാൻ, പരിഹസിക്കാൻ, കുറ്റപ്പെടുത്താൻ, തർക്കിക്കാൻ, തെറി പറയാൻ. എന്തിനാണ് വിദ്യാഭ്യാസം? അച്ഛനമ്മമാർക്ക് മത്സരിക്കാൻ. ഒരച്ഛനും അമ്മയും തന്റെ മകനെ നല്ലൊരു സ്കൂളിൽ ചേർത്താൽ അയൽവക്കത്തെ അച്ഛനും അമ്മയും തന്റെ കൊച്ചിനെ അതിനേക്കാളും വലിയ സ്കൂളിൽ ചേർക്കും. അയൽവക്കത്തെ പയ്യന് 80% മാർക്കെങ്കിൽ തന്റെ മകൻ 85% മാർക്ക് വേണം. അയൽവക്കത്തെ പയ്യന് 2 സബ്ജക്റ്റിന് ട്യൂഷനെങ്കിൽ തന്റെ മകന് 4 സബ്ജക്റ്റിന് ട്യൂഷൻ വേണം. ഇന്ന് നടക്കുന്നത് വിദ്യാഭ്യാസമല്ല, വിദ്യാഭ്യാസ മത്സരം. മത്സരം കുട്ടികൾ തമ്മിലല്ല, അമ്മമാർ തമ്മിലാണ്, സ്കൂളുകൾ തമ്മിലാണ്. അതിനിടയിൽ വീർപ്പ് മുട്ടി ഞെങ്ങി അമരുന്നവരായിട്ടുണ്ട് നിങ്ങൾ. റൈറ്റ്? എന്തിനാണ് പാഠപുസ്തകം? എന്തിനാണ് പാഠപുസ്തകം? അല്ല, ചുമക്കാൻ. ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ചുമക്കുന്നവൻ ഏറ്റവും നല്ല വിദ്യാർത്ഥി. എന്തിനാണ് പാഠങ്ങൾ? എന്തിനാണ് പാഠങ്ങൾ? ഗൃഹപാഠം ചെയ്യിക്കാൻ പോകുമ്പോ പലതും മറയേണ്ടിയിരിക്കുന്നു, പലതിനെയും മാറ്റേണ്ടിയിരിക്കുന്നു. മാറ്റുവിൻ ചട്ടങ്ങളെ. ആർക്കറിയാതെ? മാറ്റുവിൻ ചട്ടങ്ങളെ. സ്വയമല്ലെങ്കിൽ മാറ്റുമതികളിൽ നിങ്ങളെത്താൻ. മാറ്റൊലിക്കൊണ്ടീ മൊഴി തന്നെ സർവദാ കാറ്റിരുമ്പിന്നു കേരളത്തിൽ. 4 പാടും നിന്നത് തന്നെ ചൊല്ലുന്നു. കാലവും നിങ്ങളിൽ നൂന്നി നിൽക്കും കാലിനടിയിലും അസ്വസ്ഥതയുടെ കോലാഹലങ്ങൾ മുഴങ്ങിടുന്നു. 1922 കുമാരനാശാൻ എഴുതിയതാണ്. വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും അതേ ദുരവസ്ഥ ഇന്നും നിലനിൽക്കുന്നു, മറ്റൊരു മുഖാവരണവുമായി. മാറിയേ തീരൂ. പ്ലീസ് ഗെറ്റ് അപ്പ്. സമ്പ്രദായങ്ങൾ മാറണം, ആറ്റിറ്റ്യൂഡുകൾ മാറണം, സമീപനങ്ങൾ മാറണം, ചിന്താഗതികൾ മാറണം, വിദ്യാഭ്യാസ രീതികളും മാറണം. എന്റെ ക്ലാസ്സിൽ ഈ ടെക്സ്റ്റ് ബുക്കിലെ അക്ഷരങ്ങൾ നിങ്ങൾ പഠിക്കും. പക്ഷെ അതിനു മുമ്പ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഹൗ ടു തിങ്ക്, എങ്ങനെ ചിന്തിക്കണമെന്നാണ്. നിങ്ങൾ എല്ലാവരും സ്വതന്ത്ര ചിന്തകരാകണം എന്നതാണ് എന്റെ ആദ്യ പാഠം. ഫ്രീ തിങ്കേഴ്സ്.
ഫ്രീ തിങ്കേഴ്സ് എന്നതുകൊണ്ട് ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് വരും ദിവസങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ ഒന്നറിഞ്ഞോളൂ, നിങ്ങളൊരു വിദ്യാലയാങ്കണത്തിൽ വന്നിരിക്കുന്നത് പരീക്ഷ എഴുതി പാസ്സാകാൻ മാത്രമല്ല. നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ആക്കാം, എങ്ങനെ അനന്യസാധാരണമാക്കി മാറ്റാമെന്ന് മനസ്സിലാക്കാനും വേണ്ടി കൂടിയാണ്. ശരിയാണ്. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ ആം വിനയ ചന്ദ്രൻ. ദിസ് ഗ്രൂപ്പ് എന്നെ ഒന്നൊന്ന് പരിചയപ്പെടൂ. കം. Sir, I am Sony Varghese. സോണി വർഗീസ്. I am B.C. Kiran. I am Sunny Joseph. I am Kuriakos Thomas. Eh? Kuriakos Thomas. കുര്യാക്കോസ്. Suraj Kishore. രാജൻ പണിക്കർ. Andrew Philip. ആൻഡ്രൂ ഫിലിപ്പ്. Asif Iqbal. വാ, ആസിഫിന്റെ കണ്ണൊന്ന് പൊത്തിക്കേ. എന്തിനാ സർ? കണ്ണ് പൊത്ത്. സർ കണ്ണട. ഓ, ഐ എം സോറി. നിങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിൽ വന്നേ. കുര്യാക്കോസ് തോമസ്. സൂരജ്, എന്റെ ബുക്സിംഗ് എടുത്തേ. നിങ്ങളിൽ ചിലരുടെ മുഖം എന്റെ അകക്കണ്ണിന് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നു. ഗുഡ്, ദാറ്റ്സ് ഗുഡ്. നല്ല കാര്യം. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു, ബാക്കി നാളെ. എന്തൊരു സാറാണപ്പാ ഇത്. ജോക്കർ. ഒന്ന് പോടാ അവിടുന്ന്. നീ ഒന്ന് പോടാ, crack. No, no, no. He is wonderful. Yes, unbelievable. കൺകെട്ടിയിരിക്കാരൻ. Hey, come on. Come on.